പഴുപ്പിക്കുക എറിഞ്ഞു കളയുക, അതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. 1 കിലോ പഴത്തിന്റെ വില എന്താ നിനക്കറിയോ? ഇല്ല. അതാണ് കുഴപ്പം. നന്നായി പഴുത്ത 3 പഴം എറിഞ്ഞു കളയാതെ ഇതുപോലെ നന്നായി ഇടിച്ചുടച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇളക്കടി. ശേഷം 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് 1 കപ്പ് ശുദ്ധമായ തൈര് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ മൈദമാവ് കുറേശ്ശെയായി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ പൊറോട്ടയുടെ മാവിന്റെ ഒക്കെ പരുവമാവുമ്പോൾ അതിലേക്ക് എണ്ണ തടവി കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനൊരു 10 മണിക്കൂർ വെച്ച്. പിന്നീട് ഇതുപോലെ എടുത്ത് ബോളാക്കി കൈ കൊണ്ടോ ചപ്പാത്തി കൊണ്ടോ പരത്തി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് വീർക്കുന്നവരെ നിർത്താതെ എണ്ണ മുകളിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ബണ്ണ് പോലെ വീർത്തു വന്ന്. ചിലർ ഇതിനെ പൂരി എന്നൊക്കെ പറയും, ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പഴയ പഴം കളയാതെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന എന്റെ സ്ട്രാറ്റജിയുടെ പുറത്തായതുകൊണ്ട് കണ്ണനും ഞങ്ങളും കഴിച്ചു നോക്കി. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത്ര കാര്യമായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഓക്കെ. രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് ബീഫ് കറിയും BDF കൂട്ടി ഒരു പിടി പിടിച്ചു. വീണ്ടും നിരാശ. ഇനി ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിവിടെ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ബനാന ബണ്ണിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ആണ് 5 out of 10.